ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ തീർത്തത് ഇന്ന തരത്തിലാണ്, അല്ല ഈ രീതിയിലാണ് എന്ന തരത്തിൽ പല വ്യാഖ്യാനങ്ങളും കഥകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. സ്വാഭാവികവും മൊസാദിൻ്റെ ഒരു ഓപ്പറേഷനിൻ്റെ പിന്നിൽ കാണാം. എങ്ങനെയാണിത് എന്ന് അറിയാൻ ABC-യുടെ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവില്ലേ? അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല തിയറികളും ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ടായിരുന്നു. ചിലത് വിശ്വസിക്കാൻ പറ്റുന്ന തിയറികളല്ല. അപ്പോൾ പ്രധാനമായിട്ടും 4 സിദ്ധാന്തങ്ങളാണ് ഈ ഖമനേയിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് കൊലപ്പെടുത്തിയത് വെറും 8 സെക്കൻഡ് മതിയായിരുന്നു എന്ന് മൊസാദിൻ്റെ ഒരു മുൻ ചീഫ് പറഞ്ഞിട്ടുണ്ട്. അതിന് 8 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മിസൈൽ ചെല്ലുന്നു, തീർക്കുന്നു. ഒരു വീഡിയോ കാണുന്നുണ്ട്. അത് ആണോ അറിയില്ല. അത് ഇവര് ഖമനേയി ഒരു അപ്പുറത്ത് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ വന്ന് പതിക്കുന്ന ഒരു വീഡിയോയും കാണുന്നുണ്ട്. അതാണ് ഈ പതിക്കുന്ന ഈ സമയത്തിനാണല്ലോ 8 സെക്കൻഡ് എന്ന് പറയുന്നത്. ആ തീർക്കാൻ 8 സെക്കൻഡ് മതിയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് 1.5 വർഷത്തെ പ്രയത്നം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ പ്രയത്നം എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ സിദ്ധാന്തങ്ങൾ പറയുന്നത്. ഒന്ന്, അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ ഇറാനിലെ പട്ടാളവും ഭരണത്തിലും, ഇവരെയൊക്കെ ചികിത്സിക്കാനായിട്ട് ഡോക്ടർമാരെയും ഡെന്റിസ്റ്റുകളെയും ഒക്കെ മൊസാദ് നിയോഗിച്ചിരുന്നു. അല്ലെങ്കിൽ അവിടെയുള്ള പല ഡെന്റിസ്റ്റുകളെയും ഡോക്ടർമാരെയൊക്കെ അവർ വിലക്കെടുത്തിരുന്നു എന്നും വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ ചാരന്മാരായ ഡെന്റിസ്റ്റുകളും ഡോക്ടർമാരും ഇവര് ഈ പല്ലിന് ചികിത്സിക്കുമ്പോൾ ഈ ഓട്ടകളില്ലേ, കാവിറ്റീസ്, ഡെന്റൽ കാവിറ്റീസ് പലതും വരുമല്ലോ, അതിൻ്റെ അകത്ത് ഈ കാവിറ്റീസിൻ്റെ അകത്ത് ചിപ്പുകൾ പ്ലാന്റ് ചെയ്തിരുന്നു എന്നാണ് ഒരു കഥ. അതുപോലെ ഈ ഉദര ചികിത്സയ്ക്ക് ഉള്ള ഡോക്ടർമാർ ഇത് വയറിലും ഇങ്ങനത്തെ സംഗതികൾ പ്ലാന്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു കഥ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ അവിടെ നടക്കുന്ന ആലോചനകളും ഒക്കെ കിട്ടുമായിരുന്നു മൊസാദിന് എന്നുള്ളതാണ് ഒരു സിദ്ധാന്തം. ഖമനേയിയെ തീർക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ഒരു സിദ്ധാന്തം. ഇത് വിശ്വസനീയമല്ല, ഈ പല്ലുകഥ. രണ്ടാമത്തത്, ഖമനേയിയുടെ ഈ അടുക്കളയിൽ തന്നെ മൊസാദിൻ്റെ ചാരന്മാരുണ്ടായിരുന്നു. അത് ഖുദ്സ് ഫോഴ്സിലെ ഇസ്മയിൽ ഖാനി, ഖുദ്സ് ഫോഴ്സിൻ്റെ നേതാക്കളിൽ ഒരാളായ ഇസ്മയിൽ ഖാനി ചാരനായിരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. നമ്മളും മുമ്പ് കഴിഞ്ഞ കൊല്ലം ജൂൺ സമയത്തൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ ഖുദ്സ് ഫോഴ്സിലെ ഇസ്മയിൽ ഖാനി വീട്ടുതടങ്കലിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സിറിയയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. സിറിയയിൽ പോയി ഒരിക്കൽ മടങ്ങി വന്ന ഉടനെ ഇയാളെ എടുത്ത് വീട്ടുതടങ്കലിലാക്കി. ഇയാൾ മൊസാദിൻ്റെ, അതായത് ഖുദ്സ് ഫോഴ്സിൻ്റെ തലവനായിരുന്ന ആൾ തന്നെ മൊസാദിൻ്റെ ചാരനായിരുന്നു. അങ്ങനെ ഈ പട്ടാള രഹസ്യങ്ങളൊക്കെ ഇസ്രയേലിലെത്തി എന്നുള്ളത് ഒന്ന്. മൂന്നാമത്തത്, ട്രാഫിക് ക്യാമറകളുണ്ടല്ലോ ടെഹ്റാനിലെ, ഇത് മുഴുവൻ ഹാക്ക് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്നുള്ളതാണ്. അത് വിശ്വസനീയമാണ് എന്ന് ഫിനാൻഷ്യൽ ടൈംസ് ഈ ലണ്ടനിലെ അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. പല ലൊക്കേഷനുകളിലും ഈ ട്രാഫിക് ക്യാമറകൾ ഹാക്ക് ചെയ്തിട്ടേ ഓരോരുത്തരുടെ യാത്രകളില്ലേ, ഓരോ വൻപന്മാര്, ഇപ്പം ഈ ഖമനേയി ആണെങ്കിൽ ഖമനേയി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ട്രാഫിക് ക്യാമറകളിൽ നിന്ന് അപ്പോഴപ്പോൾ വിവരം അവിടെ ടെലവീവിൽ ലഭിച്ചിരുന്നു. മൊസാദിൻ്റെ കേന്ദ്രങ്ങളിൽ കിട്ടത്തക്ക വിധത്തിൽ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന്. ടെഹ്റാനിലെ സകല ട്രാഫിക് ക്യാമറകളും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഈ അംഗരക്ഷകർ കാർ പാർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അതും ഒക്കെ ആ പാർക്കിംഗ് ഏരിയയും ഒക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അംഗരക്ഷകർ കൊണ്ടുപോയി, ഖമനേയിയുടെ അംഗരക്ഷകർ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ
എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഈ ക്യാമറകളിൽ നിന്ന് വിവരങ്ങൾ മൊസാദിന് കിട്ടിയിരുന്നു എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത് ടെഹ്റാനിലെ പസ്റ്റിയർ സ്ട്രീറ്റിലാണ് ഈ ഖമനയുടെ വസതി ഒക്കെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ തകർക്കപ്പെട്ടത്. അപ്പോൾ ആ ട്രാഫിക് ക്യാമറകൾ, പിന്നെ ആ ക്യാമറകളിൽ നിന്ന് ഈ പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, അംഗരക്ഷകർ അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഏരിയയിലെയും ഒക്കെ ചിത്രങ്ങൾ മൊസാദിൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. നാലാമത്തെ കാര്യം ഭയങ്കരമാണ്. അതായത് അവിടെ 1 കോടി വിശ്വാസികൾ, ഷിയ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ബദേസാബ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. റിലീജിയസ് ആപ്പ് ആണത്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പ്രാർത്ഥനകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. മതപരമായ ഒരു ആപ്പാണ്. ആ ആപ്പ് മൊസാദ് ഹാക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇത് വിശ്വസനീയമായ ഒരു സംഭവമാണ്, അത് ഹാക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഈ ഖമനയെ ഉന്മൂലനം ചെയ്യുന്നതിനോട് അടുപ്പിച്ചൊക്കെ നമുക്ക് സഹായമെത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള തുടങ്ങിയ പടച്ചോ സഹായമെത്തിച്ചിരിക്കുന്നു തുടങ്ങിയ സന്ദേശങ്ങൾ ഒക്കെ ഈ ആപ്പുകളിലേക്ക് മൊസാദിന് വേണ്ട സന്ദേശങ്ങളൊക്കെ അയച്ചുകൊണ്ടിരുന്നു ഇവരുടെ ഈ ഫാൾസ് ഭാഷയിൽ. അപ്പോൾ അതുപോലെ പട്ടാളത്തിലും വിശ്വാസികൾ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ ബദേസാബ പ്രാർത്ഥന ആപ്പിൽ പട്ടാളം കാലുമാറണം, ഖമനയെ വിടണം, ഇയാൾ തിന്മയുടെ പ്രതികാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും സന്ദേശങ്ങൾ ഈ ആപ്പുകളിൽ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന ആപ്പുണ്ടല്ലോ, അത് മൊത്തത്തിൽ ഹാക്ക് ചെയ്തു ബദേസാബ എന്ന് പറയുന്ന ആപ്പ്. അതുപോലെ മാധ്യമങ്ങൾ, IRNA, ISNA, തബ്നാക്ക്, അസറി ഇറാൻ തുടങ്ങിയ വെബ്സൈറ്റുകൾ മുഴുവൻ ഹാക്ക് ചെയ്തിരുന്നു എന്ന്. ഈ ബദേസാബ ഒരു കലണ്ടർ ആപ്പ് ആണ്. അതിൻ്റെ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, റമദാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ മുഴുവൻ കൃത്യമായി അച്ചട്ടായിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പ്. അത് ഏതാണ്ട് 1 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്പാണത്. അപ്പോൾ 1 കോടി ആളുകൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥന ആപ്പ് തന്നെ ഹാക്ക് ചെയ്ത് ഇസ്രയേലിന് വേണ്ട സന്ദേശങ്ങളെല്ലാം അതിൽ കൂടി പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ മിക്കവാറും ഹാക്ക് ചെയ്യാവുന്ന സാധനങ്ങൾ മുഴുവൻ ഈ ഖമനയെ കൊല്ലാൻ വേണ്ടി ഹാക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കാണണം. അപ്പോൾ മൾട്ടിപ്രോങ്ഡ്, പല ദിശകളിൽ നിന്നാണ് ഖമനയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്പറേഷൻ നടപ്പാക്കിയിരിക്കുന്നത് മൊസാദ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ 8 സെക്കൻഡ് അതിനു വേണ്ടി വന്നുള്ളൂ. അവസാനം ഇന്നിടത്തുണ്ട്, ഇന്ന ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓഫീസിലുണ്ട്, ഉറപ്പാണ്, ഇങ്ങോട്ട് അയക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാണ് ഇസ്രയേലിൽ നിന്ന്. പക്ഷേ ആ കൃത്യമായ വിവരം കിട്ടണമല്ലോ. ഇന്നിടത്ത് ഇപ്പോൾ ഇദ്ദേഹമുണ്ട്, ആ ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹം ഇപ്പോൾ കാറിലെത്തിയെന്നോ തുടങ്ങിയ എല്ലാ സകല വിവരങ്ങളും അവിടെ നടക്കുന്നതൊക്കെ ഒപ്പി എടുക്കുന്നതാണ് തത്സമയം സംപ്രേഷണം ചെയ്തിട്ടില്ല. അല്ല സാർ, അതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാസങ്ങൾ നീണ്ട നിരീക്ഷണമായിരിക്കില്ലേ ഇതിലേക്ക്? വർഷങ്ങൾ അല്ലേ? 1.5 വർഷത്തെ പ്രയത്നം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.